إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد بسم الله الرحمن الرحيم اعلموا أنما الحياة الدنيا لعب ولهو وزينة وتفاخر بينكم وتكاثر في الأموال والأولاد كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله സ്നേഹാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വയോടെ ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സർവശക്തനായ നാഥൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വേൾഡ് കപ്പിൻ്റെ ആരവത്തിലാണ് നമ്മളൊക്കെ. പ്രത്യേകിച്ച് മലബാർ ഏരിയയിലുള്ള നമ്മളിൽ ഫുട്ബോൾ ഒരു ഹരവും വിനോദമൊക്കെ നന്നായി ഉൾക്കൊണ്ട ആളുകളാണ്. അതിൻ്റെ ഫൈനൽ 1-2 ദിവസത്തിനുള്ളിലായി ആ ആരവം അങ്ങോട്ട് അവസാനിക്കാൻ പോവാണ്. ഈ വേളയിൽ എന്നെപ്പോലെയുള്ള യുവാക്കളും പുതിയ തലമുറയിലുള്ള ആളുകളൊക്കെ നന്നായി ആ മേഖലകളിൽ ആനന്ദിക്കുകയും അത്തരം മേഖലകളിൽ സജീവമാവുകയും ചെയ്യുന്നവരാണ്. നമ്മളെ നാട്ടിൽ ഫുട്ബോൾ ആസ്വദിക്കുകയും ആനന്ദിക്കുകയൊക്കെ ചെയ്യുന്നവരിൽ പ്രായവ്യത്യാസമൊന്നുമില്ല. വലുപ്പ ചെറുപ്പത്തിൻ്റെയോ അല്ലെങ്കിൽ ഇന്നും ഒന്നും കൂടി പറഞ്ഞാൽ ആൺപെൺ വ്യത്യാസവും ഇല്ലാതെ അത് ആസ്വദിക്കുന്നവരാണ് നമ്മളിൽ അധിക ആളുകളും. 1-2 കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉണർത്തുക എന്ന് മാത്രമാണ് ഇന്നത്തെ ഖുതുബയിൽ ഉദ്ദേശിക്കുന്നത്. പറയുവാനും കേൾക്കുവാനും ഒക്കെ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഫുട്ബോളിൻ്റെ ആരവം 1-2 ദിവസങ്ങളൂടി കഴിഞ്ഞ് കെട്ടടങ്ങാറായി. ഒരു മുഅ്മിൻ എന്നുള്ള നിലയിൽ ഒരുപാട് ജാഗ്രത പാലിക്കേണ്ട ചില മേഖലകളുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയിൽ നടക്കുന്ന ഫുട്ബോളിൻ്റെ സമയം നമ്മളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ നട്ടപ്പാതിരക്ക 12:30-ക്കും പുലർച്ചെ 1:30-ക്കും 4:00-ക്കൊക്കെ കളി. ആവേശം കൊണ്ട് നമ്മളൊക്കെയും ആ സമയത്ത് ഉറക്കൊഴിച്ച് കാത്തിരുന്ന്
നമ്മൾ ഇഷ്ടപ്പെട്ട ടീമിൻ്റെ ഇഷ്ടപ്പെട്ട കളിക്കാരുടെ കളി പെർഫോമൻസ് കാണാൻ ഉറക്കൊഴിച്ച് കാത്തിരിക്കാറുണ്ട്. അങ്ങനെ നമ്മളൊക്കെ കളി കാണും. നേരം വെളുക്കുമ്പോൾ അതല്ലെങ്കിൽ എത്ര അലാറം വെച്ചാലും എണീക്കാത്ത പലരും കളിക്ക് വേണ്ടിയിട്ട് ഉറക്കൊഴിച്ച് അത് കാത്തിരിക്കുന്ന പുതിയ തലമുറയിലെ കുട്ടികളെ നമുക്ക് ധാരാളം കാണാൻ കഴിയും. പ്രിയമുള്ളവര്, കളി അവസാനിച്ചു പോകുമ്പോൾ നമ്മളുടെ ജീവിതവും അവസാനിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഈ സമയവും ഈ സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ അനുകൂലമായിട്ട് ഉണ്ടാകുമോ എന്നുള്ള ഒരു വിചാരമെങ്കിലും ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട്, പ്രത്യേകിച്ച് വിശ്വാസികളിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഞാനത് പറയാൻ കാരണം, ഒരിക്കലും കളിക്കും വിനോദത്തിനും എതിരായിട്ടല്ല ഇസ്ലാം ഇതിനൊക്കെ നമുക്ക് അനുകൂലമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. പക്ഷെ എപ്പോഴും ഒരു പരിധി വെച്ചിട്ടുണ്ട്. ദുന്യാവിനെ കുറിച്ച് പഠിപ്പിക്കുന്നൊരു വാചകമാണ് സൂറത്തുൽ ഹദീദിലെ വലിയൊരു ആയത്ത് ആമുഖമായി ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. വിനോദം അതിലുണ്ട് എന്നാണ്. അള്ളാഹു ദുന്യാവിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഇഅ്ലമു, മനുഷ്യരെ നിങ്ങൾ അറിയണം, ഇഅ്ലമു, നിങ്ങൾ അറിഞ്ഞോളി, അന്നമൽ ഹയാത്തു ദുന്യ, തീർച്ചയായും ദുന്യാവ് എന്നുള്ളത്, ദുന്യാവിലെ ജീവിതം എന്നുള്ളത്, ലൈബുൻ, അത് കളിയാണ്, വലഹുവുൻ, വിനോദവുമാണ്. എന്നിട്ട് വീണ്ടും കുറച്ച് കാര്യങ്ങളോട് പറയേണ്ട, 6 കാര്യങ്ങളാണ് പറയണം അല്ലാഹു സൂറത്തുൽ ഹദീദിലെ 20-ാമത്തെ ആയത്തിൽ 6 കാര്യങ്ങളാണ്. ദുന്യാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ 6 കാര്യങ്ങളാണ് കേട്ടോന്നാ. നമ്മളുമായി ചുറ്റിപ്പഴകുന്ന അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആനന്ദിക്കുന്ന ദുന്യാവിലെ കാര്യങ്ങളൊക്കെ 6 ഉൾക്കൊണ്ടതാണ്. ഞാൻ ഈ 2 പറയണുള്ളൂ. കളിയും വിനോദവും ആണ് കേട്ടോ, അല്ലെങ്കിൽ അത് മാത്രമാണ് ദുന്യാവ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ എന്ന് അല്ലാഹു പറയാം. എന്തിനത് പറഞ്ഞറിയോ? എന്തിനത് പറഞ്ഞാൽ കളിയുടെ സമയമാകുമ്പോൾ കഴിയും. കളിക്കണ്ട എന്നോ വിനോദിക്കണ്ട എന്നോ എന്ന അർത്ഥത്തിലല്ല. അള്ളാഹു ദുന്യാവിലെ ഏതൊരു ആസ്വാദനത്തെയും ഒരു വിശ്വാസി നോക്കിക്കാണേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുകയാണ് ഈ ആയത്തിലൂടെ. അത് ഫുട്ബോൾ ആവട്ടെ, ക്രിക്കറ്റ് ആവട്ടെ, നമുക്കിഷ്ടപ്പെട്ട ഏത് വിനോദങ്ങളാവട്ടെ, ദുന്യാവിലെ നമ്മളെ കണ്ണിനെയും കാതിനെയും ഹൃദയത്തെയും ശരീരത്തെയും ത്രസിപ്പിക്കുന്ന എന്ത് ആനന്ദകരമായ വിനോദങ്ങളും ആവട്ടെ, ഇതിനൊക്കെയും നമ്മൾ കാണേണ്ടത് എങ്ങനെ അറിയോ? അള്ളാഹ് പറയുന്ന വാചകം എങ്ങനെയാണ്? കമസലി ഗൈത്തിൻ അഅജബൽ കുഫാറ നബാതുഹു. എല്ലാം ഉണ്ട്. നമ്മളെ മക്കളും വിദ്യാഭ്യാസവും ജോലിയും തൊഴിലും കൃഷിയും ബിസിനസ്സും എല്ലാം ഈ ദുന്യാവിൽ ഓരോ വിഭവങ്ങളാ. അള്ളാഹ് പറയാ, ഇവിടുത്തെ ഓരോ ആനന്ദകരമായ സംഭവങ്ങളും, ഇവിടുത്തെ നിങ്ങളെ ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്ന എന്ത് തരം വിനോദങ്ങളായാലും ഇതെല്ലാം ഒരു പെരുമഴയിൽ മുളച്ചു പൊന്തുന്ന ചെറിയ സസ്യങ്ങളെ പോലെയാണ്. കമസലി ഗൈസിൻ അഅജബൽ കുഫാറ നബാതുഹു. ഒരു മഴയില്ലാതെ വരണ്ട ഭൂമിയിൽ ഒരു മഴ കിട്ടുമ്പോൾ ഒരു കർഷകനുണ്ടാകുന്ന ആനന്ദമുണ്ട്. മുളച്ചു പൊന്തുന്ന ചെറിയ സസ്യവും ലതാദികളും, അതല്ലെങ്കിൽ ചെറിയ കൃഷിയിടത്തിലെ പച്ചപ്പും കാണുമ്പോൾ അയാൾ വല്ലാത്ത ആനന്ദത്തിലായിരിക്കുന്ന. നമ്മളെ കളിയും വിനോദവും ഒക്കെ ആ ആനന്ദം പോലെയുള്ളൂ. എന്നിട്ട് അള്ളാഹ് പറയണത് എന്താ അറിയോ? ആ മഴ കഴിഞ്ഞ് അടുത്ത വേനൽ വരുമ്പോഴേക്കും ആ മുളച്ചു പൊന്തിയ സസ്യങ്ങളൊക്കെയും അതിൻ്റെ ഇലകൾ മെല്ലെ മെല്ലെ കളറുമാറി മഞ്ഞയായി തവിടായി അങ്ങനെ അത് കൊഴിഞ്ഞ് മെല്ലെ ഭൂമിയോട് ചേരുന്നതായി നിനക്ക് കാണാൻ കഴിയും. ഇത്രേ ദുന്യാവിലെ ഏതൊരു ആനന്ദത്തിനും നീ പ്രസക്തി കൊടുക്കേണ്ടതുള്ളൂ എന്ന്. അതെന്ത് ആനന്ദമായാലും. ഇന്ന് ഞാൻ എടുത്തു പറയുന്നത്, ഫുട്ബോളിൽ വല്ലാതെ അഭിരമിക്കുന്നവരാ നമ്മളും, പ്രത്യേകിച്ച് യുവാക്കളൊക്കെ. അതില് അഭിരമിച്ച് അവനാന്റെ ദുന്യാവും ആഖിറവും മറന്നു പോകുന്നവരായി മാറരുത്. അള്ളാഹ് പറഞ്ഞത്, ദുന്യാവിൽ എന്ത് വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്നതും എത്ര ആനന്ദകരമായ കാര്യങ്ങളാണെങ്കിലും അതൊക്കെയും ഒരു പെരുമഴത്ത് മുളച്ചു പൊന്തുന്ന ചെറിയ സസ്യങ്ങൾ പോലെയാണ്. അടുത്ത വേനലാകുമ്പോഴേക്കും അത് ഭൂമിയോട് ചേർന്നു പോകും. ഇത്രയും നമ്മൾ അതിന് വാല്യൂ കൽപ്പിക്കേണ്ടതുള്ളൂ എന്നാണ്. നഊദു ബില്ലാഹ്. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു എന്തിനത് പറഞ്ഞെന്ന് അറിയോ? അള്ളാഹു എന്തിനത് പറഞ്ഞു വെച്ചാല് അള്ളാഹു അതിന് ശേഷം പറയുന്നൊരു ഭാഗമുണ്ട്. അതിങ്ങനെയാണ്: മനുഷ്യരെ നിങ്ങൾ ഓർക്കണം എന്ന് പറഞ്ഞ അള്ളാഹ് പറയാ, അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. എന്നിട്ട് അള്ളാഹ് പറയാട്ടോ, വഫിൽ ആഖിറ, ദുന്യാവ് ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കിയോളൂ. എന്നിട്ട് അള്ളാഹ് പറയാ, വഫിൽ ആഖിറത്തി, ആഖിറത്തില് നാളെ പരലോകത്തില് അദാബുൻ ശദീദുൻ, വളരെ കഠിനമായ ശിക്ഷയുണ്ട്.
ആർക്കായി കഠിനമായ ശിക്ഷ? ദുന്യാവ് ഇങ്ങനെയാണ് ഇട്ടോ എന്ന് മനസ്സിലാക്കിയോളൂ എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് പിന്നെ ആഖിറ പറയണേ ആഖിറത്തിൽ കഠിന ശിക്ഷ ഉണ്ട് എന്ന്. എന്തിനാ അറിയോ? ദുന്യാവ് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയോളി. ദുന്യാവിന്റെ പിന്നാലെ, ആ ആനന്ദത്തിന്റെ പിന്നാലെ മാത്രം പോവല്ലേ? ആനന്ദത്തിന്റെ പിന്നാലെ മാത്രം പോയാല്, പരലോകത്തെ മറിഞ്ഞ് ആ ആനന്ദത്തിന് പിന്നാലെ മാത്രമാണ് ജീവിതമെങ്കിൽ, നാളെ പരലോകത്ത് വരുമ്പോ നിങ്ങൾക്ക് കഠിനയേറിയ ശിക്ഷയുണ്ട് എന്ന ആനന്ദം. ദുന്യാവിലെ കളിയും തമാശയും മക്കളും ബിസിനസ്സും എല്ലാം നമ്മൾ ഉപയോഗിച്ചു, എല്ലാ ആനന്ദത്തിലും നമ്മൾ ഉണ്ടായി. പക്ഷെ അള്ളാനെ മറന്നില്ല, പരലോകത്തെ മറന്നില്ല. എന്നാലോ അതും അള്ളാഹു പറയാ, വരിളുവാനും മിനല്ലാഹി, അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനുണ്ട്. നിങ്ങൾ ആനന്ദത്തിലായപ്പോ നിങ്ങൾ ചെയ്തുപോയ ചെറിയ ചെറിയ തെറ്റുകളുണ്ടോ, അള്ളാഹിനോട് നിങ്ങൾ ചോദിച്ചാൽ വമഗ്ഫിറത്തും മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനം നിങ്ങൾക്ക് ലഭിക്കും. വരിളുവാനു, അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തിയും ഉണ്ട് നിങ്ങൾക്ക്. എങ്ങനെയാണെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വഴിയിലാണ് ആ വിനോദങ്ങളെയും കളികളെയും നിങ്ങൾ ഉപയോഗിച്ചതെങ്കിൽ, ദുനിയാവിലെ ഏതൊരു ആസ്വാദ്യകരമായ സന്ദർഭങ്ങളെയും നിങ്ങൾ ഉപയോഗിച്ചത് പടച്ചോന്റെ തൃപ്തി അനുസരിച്ചാണെങ്കിൽ അതും ഉണ്ടാവട്ടോ. അതായത് സ്വർഗം ഉണ്ടാവും. ഉപയോഗിക്കേണ്ട രണ്ട് രീതി പറഞ്ഞുതരാം. എന്നിട്ട് അള്ളാഹു ഒരു വാണിംഗ് ആണ് ആയത്തിൽ. സൂറത്തുൽ ഹദീദ് ഒഴിവുണ്ടാകുമ്പോൾ വീട്ടിൽ എടുത്തു വെക്കുക, തഫ്സീറൊക്കെ എടുത്തു വെക്കുക. മഹാന്മാരെ പേജുകൾ എഴുതിയിട്ടുണ്ട് ഈ ആയത്തിന്. നോക്കുന്നിട്ട് അവസാനം അള്ളാഹു പറയണ ഒരു വാണിംഗ് ആണ്, ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ട വാണിംഗ്. അതിങ്ങനെയാണ്, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. മനുഷ്യരെ, വമൽ ഹയാത്തുദ് ദുനിയ, ഈ ദുനിയാവിന്റെ ജീവിതമാണ് കേട്ടോ, ഇല്ലാ മതാഉൽ ഗുറൂർ, നമ്മളെ വഞ്ചിക്കുന്ന വഞ്ചനയുടെ വിഭവം മാത്രമാണ് കേട്ടോ. വല്ലാത്തൊരു വാചികാണിത്. ദുന്യാവിലെ ഏതൊരു വിനോദങ്ങളും, ദുന്യാവിലെ ഏതൊരു കാര്യങ്ങളും, അതെന്തു ആവട്ടെ, ദുന്യാവിലെ എല്ലാ കാര്യങ്ങളും നമ്മളെ വഞ്ചിച്ച് കളയുന്ന വിഭവങ്ങളാണ്. അതുകൊണ്ട് ജീവിതത്തിൽ കെയർഫുൾ ആവണേ, സൂക്ഷിക്കണേ എന്ന അല്ലാഹുവിന്റെ വാചകം. അള്ളാഹു നമ്മെ ദുന്യാവിന്റെ വിഭവങ്ങളിൽ മതിമറന്ന് ജീവിക്കാതെ പരലോകത്തെ ഓർത്ത് ജീവിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇവിടുത്തെ ആസ്വാദനങ്ങളെല്ലാം തീരും. ഈ ആസ്വാദനങ്ങൾ വഞ്ചിക്കപ്പെടാതെ ജീവിക്കാനുള്ള ഒരു വഴി, ഒരു മേഖലയാണ് നമ്മൾ കാണേണ്ടത്. ഖുർആനിലെ ധാരാളം സ്ഥലങ്ങളിൽ അല്ലാഹു ആവർത്തിച്ച് പറയുന്ന വാചകാണത്. ഫലാ തഖുറനകുമുൽ ഹയാത്തുദ് ദുനിയ, മനുഷ്യരെ, ദുനിയാവിന്റെ വിഭവങ്ങൾ നിങ്ങളെ വഞ്ചിക്കപ്പെടരുത് ട്ടോ. ഇവിടുത്തെ കച്ചവടവും ബിസിനസ്സും മക്കളും ഭാര്യയും ഭർത്താവും നമ്മളെ കാറും വീടും നമ്മളെ ഏക്കറക്കണക്കിനുള്ള സ്വത്തുക്കളും ബാങ്ക് ബാലൻസുകളും നമ്മളെ കളിയും വിനോദവും തമാശയും കൂട്ടുകാരൊക്കെ കാണുമ്പോ പരലോകത്തെ മറന്ന് അള്ളാഹുവിന്റെ വിഷയത്തിൽ പിശാച് നിങ്ങളെ വഞ്ചിച്ചു കളയരുതിട്ടോ. അതുകൊണ്ട് വല്ലാത്ത ശ്രദ്ധ വേണം ദുന്യാവിന്റെ വിഷയത്തിൽ നിന്ന് അള്ളാഹു നമ്മൾ ഓർമ്മിപ്പിക്കാം. അങ്ങനെ ഈ വിനോദങ്ങളും കളിയും തമാശയും എത്ര സുഖകരമായ സന്ദർഭങ്ങളും ദുന്യാവിൽ കിട്ടിയാലും അള്ളാഹിനെ മറന്നുപോകാത്ത ചില ആളുകളെ അള്ളാഹു പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട്. സൂറത്തു നൂറിൽ അള്ളാഹിന്റെ പ്രകാശവാഹകരായ ചില ആളുകളുണ്ട്. ആരാറിയോ അവര്? അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. സൂറത്ത് നൂറിലെ 37-ാമത്തെ ആയത്ത്, റിജാലുൻ, ചില മനുഷ്യന്മാരുണ്ട്, ലാ തുൽഹീഹിം തിജാറത്തും വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. ഭൂമിയിലെ ചില ആളുകൾ അവർ എത്ര ആനന്ദങ്ങളിലും എത്ര തമാശകളിലും എത്ര സുഖലോലുപതയിൽ ജീവിക്കുകയാണെങ്കിലും ലാ തുൽഹീഹിം തിജാറത്തുൻ, അവർ ഏർപ്പെട്ട ബിസിനസ്സുകളോ കച്ചവടങ്ങളോ ഏർപ്പാടുകളോ അവരെ വഴിതിരിക്കുകയില്ല, അവരെ അശ്രദ്ധരാക്കുകയില്ല. വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്, എന്തിൽ നിന്ന് അശ്രദ്ധരാക്കുകയില്ല? അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് അവരെ ഇതൊന്നും അശ്രദ്ധരാക്കൂല. കളിയിൽ അവരുണ്ടാകും, തമാശയിൽ അവരുണ്ടാകും, വിനോദങ്ങളിൽ അവരുണ്ടാകും, അവർ കച്ചവടക്കാരായിരിക്കും, അവർ ബിസിനസ്മാൻ ആയിരിക്കും. ദുനിയാവിലെ എല്ലാ ആസ്വാദ്യകരമായ വസ്തുക്കളെയും ഇസ്ലാം പറയുന്ന രീതിയിൽ ഉപയോഗിക്കാൻ അവർക്ക് കഴിയും. എന്നാലോ അള്ളാഹുവിന്റെ വിഷയത്തിൽ അവർ അള്ളാഹുവിനെ മറക്കാതെ ജീവിക്കുന്നവരുമായിരിക്കും. അള്ളാഹു ഇങ്ങനെയുള്ള ആ റിജാൽ എന്ന് പറയുന്നവരിൽ എന്നെയും നിങ്ങളെയും നമ്മളെ കുടുംബത്തേക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാം നമ്മൾ ആലോചിച്ച് നോക്കി. ചിലപ്പോൾ സുബൈക്ക് പള്ളി പോകുമ്പോൾ 4:30 കളി നടക്കുമ്പോൾ ആ പള്ളിക്കടുത്തുള്ള വലിയ സ്ക്രീൻ വെച്ചു കൊടുത്തു നമ്മളെ മക്കൾ ഇങ്ങനെ കളി കാണുന്നുണ്ടാവും. അന്നത്തെ സുബൈ നമസ്കാരമില്ല, അന്നത്തെ ജമാഅത്തിനെ കുറിച്ച് ശ്രദ്ധയില്ല. കളിയുടെ പേരിൽ എത്ര ജമാഅത്താ നഷ്ടപ്പെടുത്തിയത്, എത്ര നമസ്കാരങ്ങളാ സമയം പിന്തിച്ച് നമസ്കരിച്ചിട്ടുള്ളത്. കണ്ടോ, ദുന്യാവിനെ കുറിച്ച് ഒരു ശ്രദ്ധ, ദുന്യാവിനെ കുറിച്ച് മാത്രം ശ്രദ്ധിച്ച് ആഖിറത്തിനെ കുറിച്ചോ പരലോകത്തെ കുറിച്ചോ ഒരു ശ്രദ്ധയും ഇല്ലാതെ ജീവിക്കുന്ന എത്ര യുവാക്കളും എത്ര മനുഷ്യരുമാരുള്ളത്. ദുന്യാവിലെ ചില കളികൾ വരുമ്പോ, ചില വിനോദങ്ങൾ വരുമ്പോ അവനാന്റെ പരലോകം മറന്നു പോകുന്നവര്,
ആ വസ്തു അവരെ അശ്രദ്ധരാക്കി പരലോകത്തെന്നാ. അത് നാളെ പരലോകത്ത് അവരെ ശത്രുക്കളായിരിക്കും. അള്ളാഹു നമ്മയും നമ്മളെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, സമയമുണ്ട്. വിനോദങ്ങളും കളിയൊക്കെ നമുക്കാവാം. എവിടെയെങ്കിലും തെറ്റുപറ്റിയോ അള്ളാഹുവിനോട് പാപമോചനം തേടണേ. എവിടെയെങ്കിലും പോരായ്മ സംഭവിച്ചോ പാപമോചനം തേടണേ. കാരണം എന്താ അറിയോ, അള്ളാഹു നമ്മളൊക്കെ വിചാരിക്കുക, ചില ആളുകൾ ഇതൊക്കെ പറയുമ്പോൾ എന്താ അറിയോ, കളി ഇപ്പം 19 തീയതി ഫൈനലും കൂടെ ഉള്ളൂ, അത് കഴിഞ്ഞിട്ടൊക്കെ ശരിയാക്കാം. കളി നട്ട് കഴിയും. വേൾഡ് കപ്പ് 4-5 കൊല്ലമൊക്കെ കഴിയുമ്പോഴല്ലേ വരുള്ളൂ സ്കാരം നമുക്ക്. അല്ലെങ്കിൽ ദീനനുസരിച്ച് നമ്മളെ ജീവിതം, നമ്മൾ പള്ളിയും ഇതൊക്കെ എപ്പോഴും ഉണ്ടല്ലോ എന്നാ നമ്മൾ വിചാരം. എങ്ങനെ? അല്ലെങ്കിൽ നമ്മളെ യൂത്തും അല്ലെങ്കിൽ ചെറുപ്പക്കാരും ചില ആളുകളൊക്കെ സംസാരവും അവരുടെ ഇടപെടലും കണ്ടാലെങ്ങനെ ഇതിപ്പടി തീരെ, ഇത് കഴിഞ്ഞാൽ പിന്നെ ലൈവായിട്ട് കാണൂല, സ്കാരം പിന്നെയും സ്കരിക്കാലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ലാഗ് ചെയ്ത് കൊണ്ടുപോകും. നോക്കൂ, ഈ ചിന്ത മനുഷ്യരിൽ ഉണ്ടാകുന്നു മുൻകൂട്ടി കണ്ട അള്ളാഹു പറയുന്ന വാചകമുണ്ട്. എന്താ അറിയോ, ഒരു വിചാരിക്കണത് ഇതൊന്നും ഇപ്പോഴൊന്നും സംഭവിക്കൂല എന്നാ. പരലോകത്തോടത്ത് ജീവിക്കാന്ന് പറഞ്ഞാൽ പരലോകം പിന്നെയും ചിന്തിക്കാലോ, ഇതിനൊക്കെ സമയമുണ്ടല്ലോ എന്നാ. നോക്കൂ, ഈ വേൾഡ് കപ്പ് തുടങ്ങിയപ്പോ ഗ്രൗണ്ടിൽ വേൾഡ് കപ്പിന്റെ പ്ലെയറായി പന്ത് തട്ടിയ പല കളിക്കാരും വേൾഡ് കപ്പിന്റെ ഫൈനൽ കാണാൻ ലോകത്തില്ല, കളിക്കാരില്ല. എത്ര ആളുകളാ ആനന്ദത്തിലായി ആർത്തി തിമിർത്തി ജീവിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് മരിച്ചോയത്. ഒന്നും വേണ്ടല്ലോ, അവനാന്റെ തലച്ചോറിലേക്കുള്ള ഹൃദയത്തിൽ നിന്ന് ഓടുന്ന ഒരു രക്തധമനി മെല്ലൊന്ന് ബ്ലോക്കായാൽ കുഴഞ്ഞു വീഴുന്ന ശരീരല്ലേ ഞാനും നിങ്ങളും. ആരാ ആലോചിച്ച് നോക്കണത്? എതിർ ടീമിനെ കളിയാക്കി പരിഹസിച്ച് കൂട്ടുകാരുടെ കൂടെ ആനന്ദ നൃത്തം ആടുന്നതിന്റെ ഇടയിലായിരിക്കും ചിലപ്പോ ആ മരണം നമ്മളിലേക്ക് വരുന്നതെങ്കിൽ അള്ളാഹുവിന്റെ വാചകം എങ്ങനെ അറിയോ, കല്ലാ ബൽ തുഹിബ്ബൂനൽ അജിലാ. സൂറത്തുൽ ഖിയാമിൽ എന്ന് പറയാം. എന്തുകൊണ്ടാണ് ഇവരങ്ങനെ ചെയ്യുന്നറിയോ? നമസ്കരിക്കുന്ന പള്ളി തൊട്ടു മുന്നിലുണ്ടായിട്ടും കളിയുടെ സമയമാകുമ്പോ കളിയാണോ നമസ്കാരമാണോ എന്ന കോൺട്രവേഴ്സി വരുമ്പോ അവർ കളിയെ തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? കല്ലാ ബൽ തുഹിബ്ബൂനൽ അജിലാ. ചില മനുഷ്യന്മാരുണ്ട്, അവർ ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവരാ, ഇവിടത്തെ ആനന്ദത്തെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവരാ, ഇവിടത്തെ കളിയും തമാശയും കച്ചവടവും ബിസിനസ്സും ഭാര്യയും മക്കളും ഭർത്താവും വീടും അതിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവരാ. അതുകൊണ്ടാണ് കല്ലാ ബൽ തുഹിബ്ബൂനൽ അജില, ഈ ദുനിയാവിനെ അവർ വല്ലാതെ പ്രിയം കൊടുക്കുന്നവര്. മാത്രമല്ല വതദറൂനൽ ആഖിറ, അവർ ആഖിറത്തിനെ എങ്ങനെ മറന്നുപോവാ, വിട്ടുകളയുന്നവരെന്ന ഖുർആൻ ഉപയോഗിച്ച പദം. അവർ ആഖിറത്തിനെ വിട്ട് അടുത്ത സമയമാക്ക, നാളാക്ക, മറ്റന്നാളാക്കാം. ഓരോ വിചാരം എന്താ അറിയാം, ഇതിപ്പോഴൊന്നും സംഭവിക്കൂല, ഈ ഖിയാമം ഇപ്പോഴൊന്നും വരൂല. അവർ വിചാരം എങ്ങനെ? പക്ഷെ അല്ലാഹു പറയണെന്താ അറിയോ, വനറാഹു ഖരീബ. ഈ ആളുകളൊക്കെ വിചാരിക്കുന്നത് ഇന്നഹും യറൗനഹു ബഈദാ, അവർ വിചാരിക്കുന്നു ഈ മരണവും ഖിയാമവും പരലോകവും ഇപ്പൊ ഉണ്ടാവൂല, അത് കുറെ കഴിഞ്ഞിട്ടല്ലേ. പക്ഷെ അല്ലാഹു പറയുന്നു വനറാഹു ഖരീബ, ഞാൻ അതിനെ കാണുന്നവരോ അടുത്ത സെക്കൻഡിലാ നിങ്ങളെ പരലോകം. അല്ലാഹു പറയണത് എങ്ങനെ? നിങ്ങളുടെ വിനോദത്തിലായിരിക്കുമ്പോ ആയിരിക്കും ഒരു പക്ഷേ പരലോകത്തേക്ക് നിങ്ങൾ കണ്ടുമുട്ടും. ഓരോരുത്തരുടെയും മരണമാണ് അവനവന്റെ പരലോകം എന്ന് ഉറപ്പിക്കാം. പ്രിയമുള്ളവർ, ഞാനിത് പറഞ്ഞു വെച്ചെന്തിനാ അറിയോ? ദുനിയാവിലെ അള്ളാഹു അനുവദിച്ച വിനോദങ്ങളും കളിയും തമാശയും ഇവിടുത്തെ ആസ്വാദ്യകരമായ വസ്തുക്കളൊക്കെ നുകരാൻ ഉപയോഗിക്കാൻ മുഅ്മിനീന് അവകാശമുണ്ട്, മുഅ്മിന് അനുവാദമുണ്ട് അള്ളാഹു നിശ്ചയിച്ച രീതിയിൽ. പക്ഷെ അതൊന്നും അവനാന്റെ പരലോകത്തെ മറന്നുകൊണ്ടാകരുതേ എന്നുള്ളൊരു ജാഗ്രത അള്ളാഹു ആവർത്തിച്ച് ഖുർആനിൽ പറയുന്നത് ആദ്യം എന്നോട് പിന്നീട് നമ്മൾ ഓരോരുത്തരോടും ഓർമ്മിപ്പിക്കൽ മാത്രമാണ്. അള്ളാഹു അങ്ങനെ ഓർത്ത് ജീവിക്കാനുള്ള ഒരു മനസ്സൊരു തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഇത് ഇപ്പൊ ശ്രദ്ധിച്ചില്ല പ്രശ്നം വെച്ചാൽ പെട്ടെന്ന് അങ്ങനെ മരിക്കേണ്ടി വന്നാൽ, ഞാനും നിങ്ങളൊക്കെ മരിക്കുമല്ലോ, പെട്ടെന്ന് അങ്ങനെ മരിക്കേണ്ടി വന്നാൽ പരലോകത്ത് ഖേദിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവിടെ നിന്ന് ഖേദിക്കുന്ന അള്ളാഹു 2 വിഭാഗത്തിൽ ഒരു വിഭാഗത്തെ പറഞ്ഞെന്താ അറിയോ? അങ്ങനെ പരലോകത്ത് വരുമ്പോ അള്ളാഹു പറയാ യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി, അവിടുന്ന് ഏടൊക്കെ കൈ കിട്ടി അവനാന്റെ നന്മതിന്മകൾ കണ്ട് അന്ന് നമസ്കാരം നഷ്ടപ്പെടുത്തിയതും ജമാഅത്തിന് പോകാത്തതും കളിക്ക് പ്രാധാന്യം കൊടുത്തതും വിനോദത്തിന് പ്രാധാന്യം കൊടുത്തതൊക്കെ മുഴുവനായിട്ട് പ്രദർശിക്കപ്പെടുമ്പോ സ്വർഗത്തിൽ കടക്കാൻ വേണ്ട രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലാതെ പോയി. അപ്പൊ ആ മനുഷ്യർ പറയുന്ന, അതായത് ഞാനും നിങ്ങളും ആണെങ്കിൽ നമ്മൾ പറയും, അല്ല പറയാ യാ ലൈതനി, ഞാൻ ആയിരുന്നെങ്കിൽ ഖദ്ദംതു ലി ഹയാതി, എൻ്റെ ഈ പരലോക ജീവിതത്തിന് ഒന്നുകൂടി മുൻകൂട്ടി ഞാൻ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇവിടെ കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നല്ലോ എന്ന് നാളെ പരലോകത്തുനിന്ന് വിരൽ കടിക്കുന്ന ചിലരുണ്ട് ട്ടോ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ അതിൽ പെടരുത് എന്ന് അള്ളാഹുവിന്റെ മുന്നറിയിപ്പാണ്. അള്ളാഹു നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാത്രമല്ല മറ്റൊരു വിഭാഗം കൂടെ ഉണ്ട്. ആ വിഭാഗത്ത് അള്ളാഹു പറഞ്ഞ എങ്ങനെ അറിയോ? അവർക്ക് ഗ്രന്ഥം കിട്ടും, അവർ കളിയിലും തമാശയിലും ഒക്കെ ഉണ്ടായിനി, പക്ഷെ അള്ളാഹിനെ മറന്നില്ല. എല്ലായിടത്തും പരലോകത്തോർത്ത് ഇന്നല്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ ഞാൻ മരിക്കുന്നു
എന്നുള്ള നീയത്തോടു കൂടെയാണ് അവരെല്ലാത്തിലും പങ്കെടുത്തിരുന്നത്. അത് അങ്ങനെ ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു അവർക്ക്. അതുകൊണ്ട് തന്നെ അവർ പരലോകത്ത് എങ്ങനെയായിരിക്കും എന്ന് പറയാം, ഇന്നി ലനന്തു അന്നി മുലാഖിനി സബിയ. വല്ലാത്ത സന്തോഷത്തിൽ പറയാ അവർ പറയുന്ന ഇന്നി ലനന്തു അന്നി മുലാഖിനി സബിയ, ഞാൻ ഈ സന്ദർഭം വരും എനിക്കറിയനി, അതുകൊണ്ട് ഞാൻ അങ്ങനെ ജീവിച്ചു. അള്ളാഹു പറയുന്നു ഫഹുവ ഫീ ഈശത്തിർ റാദിയ ഫീ ജന്നത്തിൻ ആലിയ ഖുതുഫുഹാ ദാനിയ. സ്വർഗത്തിൽ സുന്ദരമായ അനുഭൂതികൾ നിറഞ്ഞ ലോകത്തവരെ അള്ളാഹു പെർമനന്റ് ആയിട്ട് അള്ളാഹു അവരെ പാർപ്പിക്കും. അള്ളാഹു ആ രണ്ടാമത് പറഞ്ഞ വിഭാഗത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് പരലോകത്ത് വരുന്ന അവസ്ഥ പഠിപ്പിച്ച ഇതെന്തിനറിയോ, അവിടെ നിന്ന് ചിന്തിച്ചാൽ പിന്നെ ചിന്തക്ക് സമയമില്ല. അള്ളാഹു പറയണത് എങ്ങനെ, ഇന്നഹാ തദ്കിറ, അത് വെറുതെ ഉള്ളൊരു ചിന്തയാണ്. അവിടെ നിന്ന് നിങ്ങൾ ഓർത്തിട്ട് കാര്യമില്ല. ഓർക്കേണ്ടത് ഞാനും നിങ്ങളും ഇവിടെന്നാ. ഞാൻ ഈ മിമ്പറക്ക് മുകളിൽ നിന്നും നിങ്ങൾ ഈ കേൾക്കുന്ന മാത്രയിലും ഓർമ്മിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ തയ്യാറാവുക. പാകപ്പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കി എടുക്കാനുള്ള അവസരം അള്ളാഹു നൽകിയിട്ടുണ്ട്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ ഖൈറിൽ വറാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഉസിക്കും ഇബാദല്ലാഹി വ ഇയ്യായ താനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒന്നുകൂടെ എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സർവശക്തനായ നാഥൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരലോകത്തെ മറക്കാതിരിക്കുക. ദുനിയാവിലെ എന്ത് ആസ്വാദ്യകരമായ ആനന്ദകരമായ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അതെന്തും ആവട്ടെ, അതൊന്നും പരലോകത്തിൻ്റെ വിഷയത്തിൽ നമ്മളെ വഞ്ചിച്ച് കളയാത്ത രീതിയിൽ അതിനെ നമ്മൾ ഉപയോഗിക്കാം. അതിന് നമ്മൾ ഉൾക്കൊള്ളുന്നവരാവുക. അത് കളിയായാലും വിനോദങ്ങളായാലും വീടായാലും ബിസിനസ്സായാലും കച്ചവടമായാലും കുടുംബമായാലും എന്തും ആവട്ടെ, അവനാൻ്റെ പരലോകത്തെക്കുറിച്ച് എപ്പോഴും ചിന്ത ഉണ്ടാവുക. അള്ളാഹു അങ്ങനെ ചിന്തിക്കുന്നവരിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ മാറണം എന്ന് വിചാരിച്ചാൽ അള്ളാഹു നമ്മളെ മാറ്റുള്ളൂ. ഖുർആൻ അങ്ങനെയാണല്ലോ പറഞ്ഞത്. നമ്മൾ മാറണം എന്ന് വിചാരിച്ചാൽ നമ്മളിൽ മാറ്റും. 4:30 എണീറ്റ് അല്ലെങ്കിൽ 1:30 എണീറ്റ് കളി കാണാനുള്ള ആവേശം നമുക്കുണ്ടോ? ജമാഅത്തിന് സമയത്ത് നമുക്ക് എണീക്കാൻ കഴിയും. നമ്മളെ മക്കൾ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ അവരോട് പറയണം, മോനെ കളി കാണാൻ എത്ര ആവേശമായിരുന്നു നോക്ക്, സുബഹിക്ക് ഇനി മുതൽ മോൻ അങ്ങനെ എണീക്കണം എന്ന് സ്നേഹത്തോടുകൂടെ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ചിട്ടയുണ്ടാക്കണം. 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തത്, ഈമാനിൻ്റെ വിഷയത്തിൽ നമ്മൾ കളിക്കും വിനോദത്തിനുണ്ടാകുന്ന പോലെ ഭയങ്കര ആവേശം ഉണ്ടാകണം. ഒരു കോംപ്രമൈസ് ഉണ്ടാവാൻ പാടില്ല. ശിർക്ക് കളരാത്ത ഈമാനാണ് എൻ്റെതെന്ന് ഉറപ്പിക്കാൻ കഴിയാം. രണ്ടാമത്, നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ 5 വഖത്ത് ഫറളായ നമസ്കാരം അത് അവനാനോടാ ചോദിക്കാം. ആ നമസ്കാരത്തിൻ്റെ വിഷയത്തിലും ഒരു കോംപ്രമൈസും ഇല്ല. സുന്നത്തൊക്കെ പിന്നെ അതിൻ്റെ ശേഷം 5 വഖത്തിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാവുന്നത്. മൂന്നാമത്തത്, ചെയ്യുന്ന അഅമാൽ സ്വാലിഹാത്തുകളിൽ ഇഖ്ലാസ് ഉണ്ടാവുക, ആത്മാർത്ഥതയോടുകൂടെ ചെയ്യുക. ഞാൻ കട പൂട്ടാതെ വെള്ളിയാഴ്ച നിന്ന് വെച്ചപ്പോൾ എന്താ കുറച്ച് കച്ചവടം ആൾക്കാർ പറയും അതുകൊണ്ട് പള്ളിക്കൂ. അങ്ങനെയല്ല, വെള്ളിയാഴ്ച പള്ളിക്ക് ഒരു വാജിബാണ്, അതുകൊണ്ട് ബാങ്ക് കൊടുക്കുമ്പോഴേക്കും പള്ളിക്കത്ത്. അതൊരു അവനാൻ്റെ ഇഖ്ലാസ് ആയിട്ട് എടുക്കുക. ഇങ്ങനെ ആരാധനകളിൽ ഇഖ്ലാസ് ഉണ്ടാവുക. 4-മത്തെ കാര്യം, അള്ളാഹുവിനെ നിരന്തരം ഓർക്കുക. അത് നല്ല രീതിയിൽ സന്തോഷമുള്ള ജീവിതമാകുമ്പോഴും ഓർക്കുക. സങ്കടപ്പാട് വരുന്ന കഷ്ടപ്പാടുകൾ ചിലപ്പോൾ തരും, അപ്പോഴും അള്ളാഹിനെ ഓർക്കുക. കളിക്കുമ്പോഴും വിനോദത്തിലാകുമ്പോഴും അള്ളാഹിനെ ഓർക്കുക. ഇതൊന്നും ഇല്ലാത്ത നമ്മൾ മറ്റു സമയങ്ങളിലും അള്ളാഹുവിനെ ഓർക്കുക. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ജീവിതത്തിൻ്റെ ചിട്ടയിൽ കുറച്ചുകൂടിയൊക്കെ വരാൻ നമുക്ക് കഴിയും. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ പറഞ്ഞത് കേട്ടതും സ്വാലിഹായ അമലായി ഞങ്ങൾ ഇന്ന് സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ഓരോ കർമ്മങ്ങളും പുണ്യകർമ്മങ്ങളൊക്കെയും ഇരട്ടിയായി പ്രതിഫലം ലഭിക്കുന്ന അമലായി ഞങ്ങൾ ഇന്ന് സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പൊറുക്കുകയും ഞങ്ങളുടെ പോരായ്മകളെല്ലാം അഫ്വ ചെയ്യുകയും ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവെ, കാരുണ്യവാനായ നാഥ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും നിൻ്റെ കരുണയും നിൻ്റെ റഹ്മത്തും നീ നൽകി അനുഗ്രഹിക്കണേ നാഥ. അള്ളാഹുവെ, നിൻ്റെ ഖൈർ ഞങ്ങളുടെ ഓരോ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നീ നൽകണേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബത്തിൽ, അള്ളാഹു ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, ബിസിനസ്സുകളിൽ, ഞങ്ങളുടെ ജോലികളിലെല്ലാം അള്ളാഹു സംതൃപ്തിയും ഖൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹു, ദുനിയാവിലെ എല്ലാ ആസ്വാദ്യകരമായ വസ്തുക്കളെയും നീ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് ഇനി അനുഗ്രഹം നൽകണേ റഹ്മാനെ. അതിനുള്ള തൗഫീക്ക് നൽകണേ അള്ളാഹ്. അള്ളാഹു, ദുനിയാവ് വിശാലമാകുമ്പോൾ, ദുനിയാവിലുള്ള സൗകര്യങ്ങൾ കൂടുമ്പോൾ
നിന്നെ മറക്കുന്നൊരു സാഹചര്യം ഞങ്ങൾക്ക് ഇനി നൽകരുതേ അല്ലാ. അള്ളാഹു എപ്പോഴും നിന്നെ ഓർക്കുന്ന ഹൃദയം നൽകണേ റഹ്മാനെ, നിന്നെ അനുസരിക്കുന്ന ശരീരം നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, മരണം ഖൈറാകുമ്പോൾ പൂർണ്ണമായ ഈമാനോടുകൂടെ മരിക്കാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളുടെ മക്കളെയും ഭാര്യ ഭർത്താക്കന്മാരെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, വിവാഹം പ്രായമെത്തിയ ഒരുപാട് ആളുകളുണ്ട്. നല്ല യോജിച്ച ഇണകളെ അവർക്കൊക്കെയും നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലുണ്ട്. അള്ളാഹുവെ, പരിപൂർണമായ ശിഫ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ നൽകണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്, അവരെ നീ സഹായിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ورحمنا برحمتك يا أرحم الراحمين.